ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റർടൈൻമെൻറ്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി സ്പെഷ്യൽ വീഡിയോ ആണ്. 2024 നമ്മുടെ മലയാള സിനിമക്ക് ഒരു സംഭവബഹുലമായിട്ടുള്ള വർഷമായിരുന്നു. അത് ഒരുപാട് കാര്യങ്ങളിൽ നല്ല കിടിലൻ സിനിമകൾ, ബെഞ്ച് മാർക്കായിട്ടുള്ള ഒരുപാട് സിനിമകൾ, പിന്നെ നമ്മുടെ താരങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കളക്ഷൻ നേടിയ സിനിമകൾ. ഇത് യൂത്തിൻ്റെ കേട്ടോ, യൂത്തിൻ്റെ ഒരു എന്താ പറയുക കുതിച്ചുകയറ്റമായിരുന്നു 2024. ഒരുപാട് ഒട്ടുമിക്ക നടന്മാരുടെയും ബെസ്റ്റ്, അതായത് അവരുടെ കരിയർ ബെസ്റ്റ് കളക്ഷൻ നേടിയ സിനിമകൾ ഒക്കെ വന്നിട്ടുള്ളത് 2024. അതെ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം, തുടക്കം പരിശോധിക്കാം. പിന്നെന്താ, തീർച്ചയായിട്ടും നമുക്ക് സൗബിനിൽ നിന്നും തുടങ്ങാം. സൗബിൻ സാഹിർ ആളുടെ കരിയർ ബെസ്റ്റ് കളക്ഷൻ നേടിയിരിക്കുന്ന സിനിമ ഈ 2024 സംഭവിച്ചിരിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കളക്ഷൻ നേടിയ സിനിമ മഞ്ഞുമൽ ബോയ്സ്. യെസ്, ഞങ്ങളുടെ പണ്ടം കീറിയ സിനിമ കേട്ടോ. അതെ, നമ്മളെ വേറെ റേഞ്ചിലേക്ക് എത്തിച്ച സിനിമയാണ്. യെസ്, എന്താണെങ്കിലും സൗബിന്റെ ഏറ്റവും ബെസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് ആണ്. അതിനുശേഷം വന്നിട്ടുണ്ടെങ്കിൽ ആസിഫ് അലിയുടെ ബെസ്റ്റും ഈ 2024 കിഷ്കിന്ധാകാന്ഡം. അതൊരു ഒന്നൊന്നര കിടിലൻ സിനിമയാണ്. എന്താണെങ്കിലും നല്ല സിനിമയാണ്, നല്ല കളക്ഷനുമാണ്. അതെ, അർഹതപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ കിട്ടിയത്. നല്ല, അതായത് വീണ്ടും വീണ്ടും ഒരുപാട് ക്രിട്ടിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരുന്നു കേട്ടോ കിഷ്കിന്ധാകാന്ഡം. കിഷ്കിന്ധ ആളുടെ മാത്രം സിനിമ എന്ന് പറയാം. അതെ, ശരിക്കും ആള് നടനായി വന്ന സിനിമ. അതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിഷ്കിന്ധാകാന്ഡാണ്. 2018 ആൾ, അല്ലാതെ കളക്ഷനിൽ വന്നേക്കുന്നത് 2018 ഉണ്ട്. അതെ, അപ്പോൾ ആളുടെ സോളോ സിനിമ എന്നുള്ള രീതിയിൽ ആളുടെ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമ കിഷ്കിന്ധാകാന്ഡാണ്. യെസ്, അതായത് 50 കോടി നേടിയ ആദ്യത്തെ സിനിമയും. അതെ. അടുത്തത് മാത്യു തോമസ്. അടിപൊളി. ആള് എന്താ പറയാ, ഇതുവരെ കാണാത്തൊരു മാത്യു തോമസിനെ കണ്ടത് ആ സിനിമയിലാണ്. പ്രേമലു, അതായത് സപ്പോർട്ടിംഗ് റോളിലാണ് ആൾ വന്നത്. യെസ്, ആളുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ പ്രേമലു ആണ്. ആദ്യത്തെ 100 കോടിയാണ്. അതെ, അതുപോലെ തന്നെയാണ് നെസ്ലൻ്റെ. നെസ്ലനാണ് അതിന്റെ മെയിൻ ക്യാരക്ടറെങ്കിലും നെസ്ലൻ, അടുത്ത് പറയാനിരിക്കുന്ന ആള് നെസ്ലൻ തന്നെയാണ്. നെസ്ലന്റെ ബെസ്റ്റ് സിനിമ പ്രേമലു തന്നെയാണ്. ശരിക്ക് നമ്മുടെ മാത്യു തോമസിന്റെ പേര് പറയുമ്പോൾ ലിയോ എന്ന സിനിമ അവിടെ ഉണ്ട്. ശരിയാണല്ലോ, അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് കേട്ടോ. അതെ, നമ്മളത് കാര്യമാക്കുന്നില്ല, അന്യഭാഷയാണല്ലോ. അതെ അതെ, അവിടെ ഇരിക്കട്ടെ. അന്വേഷണം നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. അത് ശരിയാ, എന്നാലും പുറത്ത് കളയണ്ട. അതായത് രണ്ടിലും ആള് എന്താ പറയാ, ഒരു ചെറിയ വേഷങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 500 കോടി ഉണ്ട്, ഒരു 100 കോടി ഉണ്ട്. ശരിക്കും അങ്ങനെ പറയുകയാണെങ്കിൽ ശരിക്കും ലിയോ ആണ് ആളുടെ കരിയറിലെ ബെസ്റ്റ് കളക്ഷൻ നേടിയ സിനിമ. പക്ഷെ എങ്കിലും നമുക്ക് കുറച്ചുകൂടെയൊക്കെ കൂടുതൽ സ്പേസും പിന്നെ അത്യാവശ്യം നല്ല റോളും എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ പ്രേമലു പിന്നെ തീർച്ചയായിട്ടും. അടുത്തത് ടോവിനോന്റെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആസിഫ് അലിന്റെ കാര്യം പറഞ്ഞ പോലെ 2018 ഉണ്ട്, പിന്നെ ARM ഉണ്ട്. ARMൽ പിന്നെ പൂണ്ട് വിളയാട്ടമായിരുന്നു ആളുടെ. സോളോ ഹിറ്റ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് സോളോ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ അത് ARM ആണ്. ആദ്യത്തെ 100 കോടി. യെസ്. അടുത്തത് ബേസിൽ ജോസഫ്. ആൾക്ക് കുറെ സിനിമകളുണ്ട്. ആളുടെ ലിസ്റ്റ് എടുത്ത് നോക്കാൻ പറ്റൂലാണ്. എല്ലാം 50 കോടിന്റെ മുകളിലാണ്. ഇപ്പൊ ARM പറഞ്ഞപ്പോ അതിലുണ്ട് 100 കോടിയാണ്. ഇനി അപ്പുറത്ത് ആളുടെ സ്വന്തമായിട്ടുള്ള ഒരു സിനിമ നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷ്മദർശിനി 50 കോടി പിന്നിട്ടിരിക്കുന്നു. പിന്നെ അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 കോടിന്റെ മുകളിൽ 80ന്റെ മുകളിലുള്ള ഒരു സിനിമ ഉണ്ട്. അതായത് നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ പൃഥ്വിരാജിന്റെ കൂടെ. പിന്നെ വാഴ 50 കോടിന്റെ മുകളിൽ. അങ്ങനെ കുറെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ 50 കോടി ക്ലബ്ബിൽ കയറിയിരിക്കുന്ന ആള് ബേസിൽ ജോസഫ് ആയിരിക്കും. അടുത്തൊരാളുണ്ട്, ആള് തലവട്ടം കണ്ടോ പടം 50 കവർ ചെയ്യും. അടുത്തൊരാളുണ്ട്, പക്ഷെ അയാളെ നമുക്ക് ഇങ്ങനൊന്നും പറഞ്ഞാൽ പോരാ. എങ്ങനെ പറയണം? അത് വേറെ കാര്യം കേട്ടോ. നമ്മളിപ്പോ തലവട്ടം കണ്ടു കഴിഞ്ഞാൽ 50 കോടി അടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം 50 കോടി അടിച്ചിട്ടുണ്ട്. നല്ല അല്ല, ആകെ ഒരു 2-3 40 കോടി 30 കോടി അങ്ങനെ 2-3 ഉണ്ട്. പക്ഷെ ഒരു ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. ഒരു ഇതിലിങ്ങനെ നിന്നു പോകുന്ന ഒരാളാണ്. അടുത്തത് പക്ഷെ ഞാൻ ആ ഒരു സസ്പെൻസ് ഒക്കെ ഇട്ട് വെച്ചായിരുന്നു. എന്താണ് സസ്പെൻസ്? പറയൂ. ഫഹദ് ഫാസിൽ. അടിപൊളി, ഇതൊരു കിടിലൻ സംഭവം. ഇതേപോലെ നമ്മുടെ മാത്യു തോമസിനെ കുറിച്ച് പറഞ്ഞതുപോലെയാണ്. മാത്യു തോമസ് ഒക്കെ അവിടെ നിൽക്കുള്ളൂ. അതെ അതെ, ആരും കാലഘട്ടത്തിൽ ശ്രമിച്ചാൽ പോലും തൊടാൻ പറ്റാത്ത രീതിയിലുള്ള കളക്ഷനാണ് ആളുടെ ബെസ്റ്റ് കളക്ഷൻ നേടിയിരിക്കുന്ന പുഷ്പ 2.
അതും റണ്ണിങ്ങിലാണ്. ആ എവിടെ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റൂല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴേ 1719 കഴിഞ്ഞിട്ടുണ്ട്. യെസ്. ഇനി അതല്ലാതെ മലയാളത്തിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ ഇതാ കിടക്കണം ആവേശം. രംഗണ്ണന്റെ ഒരു കിടിലൻ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും എല്ലായിടത്തും ട്രെൻഡായ സിനിമയാണ്. യെസ്. ആ ക്യാരക്ടറും ഭയങ്കര ട്രെൻഡായിരുന്നു. അപ്പോൾ എന്തായാലും രംഗണ്ണനെ 2 സംഭവമൂലമായ സിനിമയാണ്. രണ്ടും 2024. ഇനി അടുത്തത് പൃഥ്വിരാജ് സുകുമാർ. പൃഥ്വിരാജിന്റെ ഇപ്പറഞ്ഞതുപോലെ തന്നെയാണ്. സലാറുണ്ട്, പിന്നെ ആടുജീവിതം. ഇത് രണ്ടും എന്താ പറയാ, സലാർ പിന്നെ ഇതേപോലെ അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ ആടുജീവിതം 1050 കോടി പിന്നിട്ട സിനിമയാണ്. യെസ്. അതും അങ്ങനെ ഒരു സിനിമ, അത് വേറെ ലെവൽ തന്നെ. ഒരു സത്യം പറയാൻ സമ്മതിക്കൂല. ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ളത് മാത്രമല്ല, അതിനെ ഏത് രീതിയിൽ വിലയിരുത്തണം എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. നമുക്കൊരു ക്ലാസിക് മൂവിയായിട്ട് ഫീൽ ചെയ്ത സാധനമാണ്. നമ്മുടെ കരിയറിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ്. തീർച്ചയായിട്ടും. അടുത്തത് DQ. മലയാളത്തിലല്ല പരിപാടി. അതെ. തെലുങ്കിൽ നിന്ന് ലക്കി ഭാസ്കർ. 100 കോടി, ആളുടെ ആദ്യത്തെ 100 കോടി ചിത്രമാണ് ലക്കി ഭാസ്കർ. യെസ്. അടുത്തത് അർജുൻ അശോകൻ. ഇതും ഒരു വ്യത്യസ്തമായ ജോണറിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ്. അതായത് ഒരു പൂർണ്ണമായും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ നിന്നാണ് ആളുടെ കരിയറിലെ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമയായി വന്നിരിക്കുന്നത് ഭ്രമയുഗം. പിന്നെ അറിയാലോ, കൂടെ ഉണ്ടായിരുന്ന ആളും ഒരു ചാത്തനല്ല. അതെ. അപ്പൊ പിന്നെ അതിൻ്റെതായ ഒരു വ്യത്യാസം എന്തായാലും അതിന് കാണിക്കും. ചാത്തന്റെ പവർ കൂടി കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അടുത്തത് ധ്യാൻ ശ്രീനിവാസൻ. ഈ സിനിമ പറയുമ്പോഴേ ഒരുപാട് ആൾക്കാരുടെ പേരുണ്ട് കേട്ടോ. അവരെ അതിനകത്ത് അഭിനയിച്ച അതേപോലെ തന്നെയാണ് ശരിക്കും മഞ്ഞുമൽ ബോയ്സിന്റെ കാര്യം പറഞ്ഞത്. യൂത്തിന്റെ ഒക്കെ കരിയർ ബെസ്റ്റ് സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. അതേപോലെ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷത്തിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് അഭിനയിച്ച ആൾക്കാരുടെ ഒക്കെ ബെസ്റ്റാണ്. ഇപ്പോൾ പ്രണവ് മോഹൻലാൽ ആണെങ്കിൽ പോലും ആളുടെയും കരിയർ ബെസ്റ്റ് കളക്ഷൻ കിട്ടിയിട്ടുള്ള സിനിമ ഇതാണ്. 83 കോടിയാണ് വർഷങ്ങൾക്ക് ശേഷം സ്വന്തമാക്കിയിരിക്കുന്നത്. യെസ്. സംഭവം ക്രിഞ്ചാണ് എന്നുള്ള രീതിയിൽ പിൻകാലത്ത് അതിനെ മാറ്റി എഴുതപ്പെട്ടെങ്കിലും പക്ഷെ ഞങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഇഷ്ടപ്പെട്ട സിനിമയാണത്. അത് തിയേറ്ററിൽ അങ്ങനെ അത്ര മോശം എന്ന് പറയുന്ന സിനിമയൊന്നും അല്ലായിരുന്നു. പിന്നീട് സിനിമ ആഗ്രഹിക്കുന്ന യുവാക്കളുടെ കഥ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഭയങ്കരമായിട്ട് കണക്ട് ആവും. അങ്ങനെ കണക്ട് ആയി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. രണ്ടുപേരും 2 സാഹചര്യത്തിൽ 2 ദിവസം കണ്ട സിനിമയാണ്, ഒരുമിച്ചല്ലായിരുന്നു. ഓക്കെ. അടുത്തത് ഇതാണ് ഇനി മറ്റൊരു സംഭവം. അതായത് മലയാള സിനിമയിലെ പുതിയ ആക്ഷൻ സൂപ്പർ സ്റ്റാർ. അടുത്ത സൂപ്പർ സ്റ്റാർ. തീർച്ചയായിട്ടും ഒരു സൂപ്പർ സ്റ്റാർ വളർന്നിരിക്കുന്നു, മുന്നിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അതായത് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പഞ്ചിനങ്ങ് പറഞ്ഞു കൊടുത്തു. ആ പഞ്ച് അവിടെ വേണമല്ലോ. അത് ചെയ്യാൻ ഇയാൾക്കപ്പുറം മറ്റൊരാളില്ല എന്ന് തോന്നുന്നു. അത് വേറെ ഏത് ഫാൻസിന്റെ ആൾക്കാർ പറഞ്ഞാലും നമുക്കത് അങ്ങനെ തോന്നുന്നില്ല. ഉണ്ണി മുകുന്ദന്റെ ആക്ഷൻ അത് വേറെ തന്നെയാണ്. അതുപോലെ ചെയ്യാൻ ആളില്ല. ആളുടെ കരിയർ ബെസ്റ്റ് റണ്ണിങ്ങിലാണ്. 100 കോടിയിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബോളിവുഡിലും അത് ഏതാണ്ട് ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട് എന്തായാലും. എന്താണെങ്കിലും മാർക്കോ. ഇവര് ഇത്രയും പേരെയാണ് നമ്മുടെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ആൾക്കാർ കേട്ടോ. ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവാം, കുറച്ചു പേരൊക്കെ എന്തായാലും പോയിട്ടുണ്ടാവും. അവരുടെയൊക്കെ ചിലപ്പം ഈ സിനിമകളിൽ ഉണ്ടായിരിക്കാം, ഈ പറഞ്ഞ സിനിമകളിൽ പോലും ഉണ്ടായ ആൾക്കാരുണ്ടാവും കേട്ടോ. പേരൊന്നും അത്ര കറക്റ്റായിട്ട് കിട്ടുന്നില്ല. എന്താണെങ്കിലും അത്ര ഹോംവർക്ക് ചെയ്തിട്ടില്ല. അതെ. എന്തായാലും ഇവരുടെയൊക്കെ ശരിക്കും മലയാള സിനിമയിലെ യൂത്തന്മാരുടെ ഏറ്റവും അടിപൊളി ഒരു വർഷമായിരുന്നു 2024. ഇപ്പൊ സ്വാഭാവികമായിട്ട് വരുന്നൊരു കമന്റ് ഉണ്ടാവും, എന്തുകൊണ്ട് ഹോംവർക്ക് ചെയ്തില്ല, നിങ്ങൾ ഇങ്ങനെയുള്ള ചാനലല്ലേ എന്ന് ചോദിക്കും. ഞങ്ങള് മിഡിൽ ബെഞ്ചേഴ്സ് അല്ലേ. മിഡിൽ ബെഞ്ചേഴ്സ് മാത്രമല്ല, ഒരു ദിവസം 3-4 വീഡിയോ ഇടണം. അപ്പൊ അതിൻ്റെതായ ഹോംവർക്ക്. മുൻ ബെഞ്ചേഴ്സ് ആണ് ഹോംവർക്കിൽ എല്ലാം ചെയ്യുക, അതത്രേ ഉള്ളൂ. പിന്നെ ബാക്ക് ബെഞ്ചേഴ്സ് ഒന്നും ചെയ്യില്ല. മിഡിൽ ബെഞ്ചേഴ്സ് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കുക. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ മിഡിൽ ബെഞ്ചേഴ്സ് മുന്നിലിരിക്കുന്ന ഫസ്റ്റ് ബെഞ്ചേഴ്സിനെ പോലെ തന്നെയാണ്. ഭയങ്കര ആഗ്രഹമായിരിക്കും അങ്ങോട്ട് എത്തണമെന്ന്, പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടാൻ അങ്ങ് പറ്റുന്നില്ല എന്നുള്ളൂ ആ ഒരു സംഭവം. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.